ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും ചേർന്ന് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയിൽ കയറി നമ്മുടെ രേവതി ആണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആ സ്വർഗലോകത്തിലേക്ക് അവർ പറക്കുന്ന സമയം ഇവിടെ അമ്മയെ സോപ്പിട്ട് വീണ്ടും കുപ്പിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ് സുധി എന്ന് പറയുന്ന മകൻ. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പേടി, ഇനിയിപ്പോ എല്ലാം കൈവിട്ട് പോകുമോ, ഒന്നും കിട്ടാതിരിക്കോ എന്നൊക്കെയുള്ള ഒരു പേടി ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അമ്മ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, അവളുടെ 6 മാസത്തിനുള്ളിൽ 2-3 ബ്രാഞ്ചും കൂടെ തുടങ്ങും, അതിലൊരു ബ്രാഞ്ച് അത് എൻ്റെ പേരിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മക്കൾ വേഗം കോടീശ്വരന്മാരാവോടാന്ന് ചോദിച്ചപ്പം ആകുമെന്നുള്ള കാര്യവും പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ, അമ്മയെ ചതിക്കരുത്, ആദ്യത്തേതുപോലെ പിടിച്ചു നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല, കാരണം ഏത് നിമിഷവും അച്ഛൻ ആ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ പെട്ടുപോകുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ രവിയേട്ടന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇളയ മകനെ സഹായിക്കണം എന്നുള്ളൊരിതുള്ളത് കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു പ്രമാണത്തിന്റെ കാര്യം ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെയുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ. അത് ചോദിക്കുന്ന സമയം പുള്ളിക്കാരിയുടെ അധോഗതി കണ്ടവരാരും കാണത്തില്ല. ഏതായാലും അമ്മയും മകനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ, തീർച്ചയായിട്ടും ശ്രുതി അതെടുത്ത് തരും അമ്മേ, അമ്മയെ ഒരിക്കലും അവൾ ചതിക്കില്ല അമ്മേ, എനിക്ക് ഉറപ്പുണ്ട് അമ്മേ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ മകൻ അമ്മയെ പറഞ്ഞു കുപ്പിയിലാക്കി അടച്ചിങ്ങനെ മുറുക്കി അങ്ങ് വെച്ചിരിക്കുന്നു. മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ അമ്മ അതങ്ങനെ വിശ്വസിച്ച് പച്ചവെള്ളം ചവച്ചിറക്കുന്നത് പോലെ ഇറക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അമ്മയും മകനും സംസാരിച്ചു. മകൻ അങ്ങ് പോയെങ്കിലും അമ്മയുടെ നെഞ്ചിൽ എന്താ പറയുന്നത്, പഞ്ഞി വെച്ചാൽ കത്തുന്ന ടെൻഷനാ. കാരണം എപ്പോൾ വേണമെങ്കിലും പിടി വീഴാം, എപ്പോൾ വേണമെങ്കിലും ഭർത്താവ് ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം അതോ ഗതിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വീണ്ടും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതി. ഇതേ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടി വണ്ടിയിൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ബസ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് ഒരു അമ്മയും ഒരു ചെറിയ കുഞ്ഞും കൂടി കയറുന്നത്. അപ്പൊ അവര് കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമ്മുടെ സച്ചി വേഗം തന്നെ, അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കയറിയപ്പോ ഈ കൊച്ചിനെ ഇരുത്തണമല്ലോ, വേഗം സച്ചി എങ്ങനെയാണ് ഇവിടുന്ന് മാറുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയം ഇവര് കയറി വന്നത്. സച്ചി എന്നിട്ട് ആ അമ്മയെയും മകനെയും രേവതിയുടെ അടുത്തേക്ക് ഇരുത്തിയിട്ട് സച്ചി കുറച്ചങ്ങ് മാറിയിരുന്നു. സച്ചി മാറിയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മയും മകനും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ കൊച്ചു വീഴാതിരിക്കാൻ വേണ്ടി രേവതി ആ കൊച്ചിനെ എടുത്ത് മടിയിലേക്ക് ഇരുത്തി. പിന്നെ ഇവര് നല്ല കൂട്ടായി, നല്ല വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് 3 പേരും ശരിക്കും പറഞ്ഞാൽ നല്ല വർത്തമാനം. അപ്പൊ വിശേഷങ്ങളൊക്കെ പറയണു, അതുപോലെ എവിടെ പോകുന്നതാണെന്ന് ചോദിച്ചു, പിന്നെ എടുത്ത് പോവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡയലോഗുകളൊക്കെ ഓരോന്നോരോന്നായി കുഞ്ഞിന്റെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ തുടങ്ങി. അങ്ങനെ ആ കൊച്ചിങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നു, കൂടുതൽ അടുത്തു ഇവര് തമ്മിൽ. അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചിനോട്, ആഹാ നീ ആള് കൊള്ളാവല്ലോ, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരെന്താന്ന് ചോദിച്ചു സച്ചി. അപ്പൊ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, എന്നെ വളർത്തുന്നത് എൻ്റെ അമ്മമ്മയാ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഭയങ്കര സങ്കടമായിട്ടോ. തൊട്ടരികിലിരുന്ന അമ്മമ്മയെന്ന് പറയുന്ന ആ ചേച്ചിക്കും വലിയ സങ്കടമായി. അപ്പൊ ആ ചേച്ചിയോട് ചോദിച്ചു, ഇവരിങ്ങനെ ചോദിച്ചു, എന്താ മോനി പറയുന്നതെന്ന്. അതെ, അവന് അച്ഛനും അമ്മയൊന്നും ഇല്ല, അവരെല്ലാം അവനെ കളഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ അവനെ വളർത്തുകയാണെന്ന് ആ അമ്മ പറഞ്ഞു. ആ അമ്മയും അതുപോലെ ആ കൊച്ചുമകനും ആരാണെന്ന് അറിയണ്ടേ, നമ്മുടെ ശ്രുതിയുടെ മകനും അതുപോലെ അമ്മയുമായിരുന്നു. ഇത് ഇവരറിയുന്നില്ല, ഇവർ തമ്മിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ ദൈവം ഇവരുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇതിലിരിക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നി ഈ കുഞ്ഞിനോടും അതുപോലെ ആ ഒരു അമ്മയോടും. അപ്പൊ ഇവരെവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇന്നടുത്താണ് സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചമ്മയുടെ വീടിന്റെയും ആ ഒരു നാടിന്റെ ഒക്കെ പരിസരത്ത് തന്നെയാണ് ഇവരുടെയും നാട്, അതുപോലെ ഇവരുടെയും വീട്. അപ്പൊ അത് കേട്ടപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഇവർ മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ ആ വണ്ടിയിൽ അങ്ങനെ യാത്ര തുടങ്ങി. അപ്പൊ ഈ കൊച്ചിനോട് ഇവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടി വരിക, കാരണം അച്ഛനും അമ്മയും ഇല്ല, ആ കുഞ്ഞ് നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുക്കൻ കുഞ്ഞ്, അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ ഇവർ ഇരിക്കുക കേട്ടോ. രേവതി ആണെങ്കിൽ ആ കൊച്ചിനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് സ്നേഹം കൊണ്ട് പൊതിഞ്ഞിങ്ങനെ മടിയിൽ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകണം. ഇവർക്കിടയിൽ ആ ഒരു കുഞ്ഞ് വന്ന് പെട്ട് നിൽക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രുതി വിളിച്ചു വരുത്തുന്നത് അമ്പലത്തിലേക്ക്. അപ്പൊ കുളിച്ച് കുട്ടപ്പനായിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് അച്ഛൻ അമ്പലത്തിൽ വന്ന് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ, അതായത് രവിയേട്ടനും ആ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട്, അതായത് സച്ചിക്കും രേവതിക്കും വേണ്ടി വഴിപാട് കഴിപ്പിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹവും അമ്പലത്തിലേക്ക് വരിക. ആ സമയത്താണ് ഇവരവിടെ വന്നിരിക്കുന്നത്. അപ്പൊ വന്നു, 2 പേരും കൂടി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരിയുണ്ട്.
ഇവർ മൂന്ന് പേരും കൂടെ സംസാരിക്കുന്ന സമയത്ത് ശ്രുതിയെക്കുറിച്ച് കൂട്ടുകാരിയാണെങ്കിൽ ശ്രുതിയോട് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇവർ സംസാരിച്ച് ഭഗവാന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി ചന്ദനക്കുറി എടുത്ത് ശ്രുതിക്ക് തൊട്ടു കൊടുക്കുന്നു. അങ്ങനെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളെ പോലെ നമ്മുടെ ശ്രുതിയോട് പെരുമാറുന്നു. അപ്പൊ ഇവരുടെ ഈ ഒരു സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ അച്ഛൻ അങ്ങ് വരുന്നത്. അച്ഛൻ വന്നു, അച്ഛനോടും മകള് വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ മുന്നിൽ നിൽക്കാനുള്ള ചമ്മല് കൊണ്ട് ശ്രുതി അവിടുന്ന് മുങ്ങാനായിട്ട് ശ്രമിക്കുക അച്ഛന്റെ മുന്നിൽ നിന്ന്. അപ്പൊ നമ്മുടെ അച്ഛൻ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ അച്ഛന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ, ഈ വിവാഹം നീ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറച്ചതാണോ, അല്ലെങ്കിൽ നീ മനസ്സുകൊണ്ട് തന്നെ തയ്യാറെടുത്തതാണോ, അതോ നിന്റെ അമ്മയുടെ ഭീഷണിക്ക് അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ വാശിക്ക് വഴങ്ങി നീ ഈ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതാണോ, നിനക്ക് യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമാണ് അച്ഛാ, എനിക്ക് 100 വട്ടം സമ്മതമാണ്, എനിക്ക് ശ്രുതിയെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് മകൻ അച്ഛനോട് പറഞ്ഞെങ്കിലും അച്ഛൻ അത് വിശ്വസിക്കാൻ പറ്റണില്ല. അച്ഛൻ അന്നേരം പറഞ്ഞു, നീ എന്നോട് കള്ളമൊന്നും പറയണ്ട, നീ അത് സത്യസന്ധമായിട്ട് തന്നെ പറ, ഭഗവാന്റെ മുന്നിൽ വെച്ച് നീ എന്നോട് കള്ളം പറയാനായിട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും കള്ളം പറയുന്നതല്ല, ശ്രുതിയെ എനിക്ക് ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, അതിനകത്ത് മറ്റൊന്നും ഇല്ല അച്ഛാ എന്നും പറഞ്ഞ് അങ്ങനെ പറയണു. അങ്ങനെ ആ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ അച്ഛൻ അത്രയ്ക്കങ്ങ് തൃപ്തി ആയില്ലെങ്കിലും, ഇപ്പം നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷേ നാളെ ഇതിന്റെ പേരിൽ മറ്റൊരു ചോദ്യവും അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് രവിയേട്ടൻ ഇവനോട് പറയണു. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ നിനക്ക് മാപ്പ് തരില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ ഈ വിവാഹം നടത്തണമെന്നും ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു. അച്ഛൻ അത് പറയുന്നത് കേട്ടപ്പോൾ ശ്രുതിക്ക് ശരിക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു. ശരിക്കും അച്ഛൻ്റെയും അല്ലെങ്കിൽ ഫാമിലിയുടെയും മുഴുവനായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രുതിക്കും അറിയില്ല, ഈ പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ശ്രുതിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അച്ഛനോട് മകൻ പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം നല്ല സെറ്റപ്പായിട്ടൊക്കെ നടക്കുമെന്ന്. അങ്ങനെ ഈ ഒരു ഡയലോഗും പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടിങ്ങനെ ശ്രുതി നിർത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ രേവതിയിലേക്കും അതുപോലെ തന്നെ സച്ചിയിലേക്കും കാര്യങ്ങൾ വരുന്നു. അവർ രണ്ടുപേരും ഈ കുഞ്ഞിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണാൻ വരാട്ടോ, അങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ സംസാരിക്കുക. അതിന് ശേഷം അമ്മയോടും പറഞ്ഞു, ഞങ്ങൾ ഇന്നടുത്തുണ്ട്, അപ്പോൾ കാണാനായിട്ട് വരണം, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം, അങ്ങനെയൊക്കെ ഇവരും സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ കൂടുതൽ ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ അടുത്തു. പക്ഷെ ശ്രുതിയുടെ എന്താ പറയുന്നത്, കാലനായിട്ടാണ് സച്ചിയും രേവതിയും അച്ചമ്മയുടെ വീട് തേടി പോയിരിക്കുന്നത് എന്നുള്ളത് ശ്രുതിയോ അല്ലെങ്കിൽ ചന്ദ്രമതിയോ ഇവരാരും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡുമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. See you again. Take care. Bye bye. Good night.